പുതിയ സ്കൂള്, ബാഗ്, ബുക്സ്, ഫ്രണ്ട്സ്, ആക്സറീസ്, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിനേക്കാളും ഒക്കെ ഉപരി മറ്റേ സൈഡിൽ ഞാൻ ഇനി കുറേ നേരം അവിടെ പോയിരിക്കണമല്ലോ, പഠിക്കണമല്ലോ, ടീച്ചർ എങ്ങനെയായിരിക്കും. ആദ്യമായി അമ്മയുടെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നും മാറി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ പോലും അവർക്ക് വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ്. നിങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ മുഖഭാവം, നിങ്ങളുടെ ജസ്റ്റേഴ്സ്, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഇതാവും കുഞ്ഞുങ്ങളെ കൂടുതൽ ബാധിക്കുന്നത്. If you have promised something, always maintain the promise. What your child needs is not a perfect parent, but an emotionally available, secure parent. ആദ്യമായിട്ട് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുമ്പോഴേ സത്യത്തിൽ ടെൻഷൻ പാരൻസിനാണ്, കുട്ടികളെക്കാൾ ഉപരി. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് നിന്ന് അകന്നു പോകുന്ന ആദ്യത്തെ ദിവസം കുട്ടികളെ കൊണ്ട് സ്കൂളിലാക്കിയാലും ആ ഒരു ഫസ്റ്റ് പ്രെയർ സോങ്ങിനോ അല്ലെങ്കിൽ പ്രെയർ ഗ്യാതറിങ്ങിനോ കഴിഞ്ഞിട്ട് ഹാഫ് ഡേ തിരിച്ചു കൊണ്ടുവന്നാലും നമ്മുടെ മനസ്സ് ഇങ്ങനെ ഭയങ്കര കലുഷിതമായിരിക്കും. ഇവര് കുറേ സമയത്തേക്ക് മാറി നിൽക്കാൻ പോവാണ്. ഇവരുടെ ബിഹേവിയർ എങ്ങനെയായിരിക്കും? നന്നായിട്ടായിരിക്കുമോ? കൂട്ടുകാരെ ഉണ്ടാക്കുമോ? ടീച്ചേഴ്സുമായിട്ട് നന്നായിട്ടുണ്ടാവുമോ? പുതിയ സ്ഥലം ഇഷ്ടപ്പെടുവോ? അങ്ങനെ ഒരുപാട് കൺസേൺസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ പാരൻസിന്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കുട്ടികളുടെ ആദ്യത്തെ ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ സ്പേസ് എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭപാത്രമാണ്. അത് കഴിഞ്ഞ് അവർ ജനിച്ചു വീഴുന്ന അവരുടെ വീടും. ഇത് രണ്ടും കഴിഞ്ഞ് അവരുണ്ടാക്കാൻ പോകുന്ന ഏറ്റവും ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് ഇമോഷണലി ഫിസിക്കലി സേഫ് ആൻഡ് സെക്യൂർ സ്പേസ് ആണ് അവരുടെ സ്കൂൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സേഫ് കണക്ഷൻ നന്നായിട്ട് ഫീൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ അവിടെ സേഫ് ആണെന്ന് എനിക്ക് തന്നെ തോന്നാൻ കുറച്ച് സമയം എടുക്കില്ലേ? അപ്പൊ നമ്മളിന്ന് പറയാൻ പോകുന്നത് മുഴുവൻ ആ ഇമോഷണൽ ട്രാൻസിഷനെ കുറിച്ചാണ്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ? ചില കുട്ടികൾ ഓടി സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നവരുണ്ടാകാം, ചില കുട്ടികൾ വല്ലാതെ കരയുന്നവരുണ്ടാകാം. എന്നെ കൊണ്ടുപോയി ആക്കല്ലേ എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നവർ കാണും. രാവിലെ എണീക്കുമ്പോഴായിരിക്കും പ്രശ്നം ചിലർക്ക്, രാത്രി ഉറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നെങ്കിലും ചില ആൾക്കാർക്ക് അതുവരെ കുഴപ്പമില്ല, സ്കൂളിന്റെ വാതിലെത്തുമ്പോഴായിരിക്കും കുഴപ്പം. ഇവിടെ ആസ് എ പേരന്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഇമോഷണലി ഫിസിക്കലി മെന്റലി ആ കുട്ടികൾ പുതിയൊരു ചേഞ്ച് അക്സെപ്റ്റ് ചെയ്യാൻ പ്രാപ്തരായിട്ടില്ല എന്ന സത്യം. നമ്മൾ അവരെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നഴ്സറിയിലേക്കോ പ്രീ സ്കൂളിലേക്കോ ഒക്കെ ആദ്യമായി പറഞ്ഞു വിടുമ്പോൾ ഇറ്റ് ഈസ് വെരി 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 നോർമൽ ടു ഹാവ് ദ ട്രാൻസിഷണൽ സ്ട്രെസ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി പോകുന്ന സ്ഥലം, ഇതുവരെ ഇല്ലാതിരുന്നൊരു ചുറ്റുപാട്, റൊട്ടീൻ. സ്കൂളിലാണെങ്കിൽ പല രീതിയിൽ അവരായിട്ട് പറഞ്ഞു തന്നിരിക്കുന്ന കണിശമായ റെഗുലേഷൻസ് അനുസരിച്ച് ഇരിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു സ്ഥലത്ത് കുറച്ച് സമയമെങ്കിലും ഇരിക്കണം, ഏറ്റവും മിനിമമായിട്ട് പറഞ്ഞാൽ. നമ്മുടെ വീട്ടിൽ അങ്ങനെയല്ല. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു ഓർഡർ ഇല്ല. അവരെ തോന്നിയതുപോലെ നടക്കുന്നു, കളിക്കുന്നു, എന്തെങ്കിലും ചെയ്യുന്നു, അവിടെ വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, മൂത്രമൊഴിക്കാൻ പോകുന്നു, ഉറങ്ങുന്നു, എന്തെങ്കിലും മുകളിൽ കയറുന്നു. ആദ്യം കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നത് ഈ സ്ട്രക്ചറാണ്. അപ്പോൾ ഒരു സ്ട്രക്ചറിലേക്കാണ് നിങ്ങൾ പോകുന്നത്. എന്താണ് സ്കൂളിൽ ചെന്നാൽ അവര് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാക്കി കൊടുത്താൽ കുറച്ചൊക്കെ ഇതിനകത്ത് നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റും. ഇനി അമ്മമാരോടും അച്ഛന്മാരോടും പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇതൊരു വലിയ ടെൻഷനുള്ള ഏർപ്പാട് തന്നെയാണ്. ആൻഡ് വാട്ട് യുവർ ചൈൽഡ് നീഡ് ഇസ് നോട്ട് എ പെർഫെക്റ്റ് പാരന്റ്, ബട്ട് എൻ ഇമോഷണലി അവൈലബിൾ സെക്യൂർ പാരന്റ്. മിസ്റ്റേക്ക് ഉണ്ടാക്കിയാലും കരഞ്ഞാലും അതൊരു വലിയ ബുദ്ധിമുട്ടായി എടുക്കാതെ അത് സാരമില്ല, നമ്മളിവിടെ ഉണ്ട്, മക്കൾ തിരിച്ചു വരുമ്പോഴും അമ്മ ഇവിടെ ഉണ്ടാകും, അച്ഛനവിടെ ഉണ്ടാകും, നമ്മളിവിടെ കാത്തിരിക്കും എന്നൊരു റീഅഷ്വറൻസ് മാത്രമാണ് അവർക്ക് വേണ്ടത്. പ്രീ സ്കൂൾസിലൊക്കെ ആകുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ നിങ്ങൾക്ക് കുട്ടികളുടെ കൂടെ അവിടെ ഇരിക്കാൻ പറ്റും. സ്ലോലി ആണ് അവരെ നിങ്ങൾ ട്രാൻസിഷൻ ചെയ്ത് ക്ലാസ്സിന് പുറത്തേക്കും പിന്നെ കുട്ടി മാത്രം സ്കൂളിൽ വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആകുക. അപ്പം നഴ്സറിയിലാണെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല. നമ്മളവരെ കൊണ്ടുപോയി ആക്കുന്നു, ഇനീഷ്യേഷൻ ഡേയുടെ ശേഷം പിന്നെ അവരായിരിക്കും അങ്ങോട്ട് സ്കൂളിലേക്ക് പോവുക. അപ്പോൾ ഇഫ് യു ഹാവ് പ്രോമിസ് സംതിങ്, ഓൾവേസ് മെയിൻറ്റെയിൻ ദ പ്രോമിസ്. ഞാൻ കൊണ്ടുപോയി വിട്ടേക്കാം രാവിലെ എന്ന് പറഞ്ഞാൽ ധൃതി പിടിപ്പിക്കാതെ നിങ്ങൾ നേരത്തെ റെഡി ആവണം. അപ്പൊ കുട്ടി കുറച്ച് ലേറ്റ് ആയാലും നിങ്ങളുടെ തിടുക്കം അവരെ പിന്നെയും തിടുക്കത്തിലാക്കും. പിന്നെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ക്യൂരിയസ് ബീയിങ്സ് ആണ്. അവരുടെ മൂഡും ഭയങ്കരമായിട്ട് സ്വിച്ചിങ് ആണ്. അപ്പോൾ കുറച്ചേരം മുമ്പ് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയ ആൾക്ക് പെട്ടെന്ന് ഒരു കുഞ്ഞു കാര്യത്തിന് ഭയങ്കര സങ്കടമാവാനും മതി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവർക്കത് പ്രോസസ് ചെയ്യാനോ ഇമോഷണലി റെഗുലേറ്റ് ചെയ്യാനോ സമയമെടുക്കും. അതവർക്ക് ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സും അല്ല. അപ്പൊ ഇത് രണ്ടും നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പെട്ടെന്ന് നിങ്ങൾ ആ ഒരു ഇമോഷനെ റീഅഷ്വർ ചെയ്യുന്നോ വാലിഡേറ്റ് ചെയ്യുന്നോ കുട്ടി അത്രയും ഈസിയായി ഈ ഒരു സ്പേസിലേക്ക് ഇണങ്ങും.
ഇനി കണ്ടിന്യൂസ്ലി സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിലും ഒരു ബ്രേക്ക് വന്നാൽ, ഇപ്പൊ സമ്മർ വെക്കേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ബ്രേക്കാണ്, അവരുടെ റൊട്ടീൻ എല്ലാം പോയി, അവർ ഇമോഷണലി ഫിസിക്കലി ഒക്കെ ചിലപ്പോൾ ബേൺ ഔട്ട് അനുഭവിക്കുന്നുണ്ടാകാം, അവർക്ക് മടുത്തിട്ടുണ്ടാവും, അവർ എക്സോസ്റ്റഡ് ആയിട്ടുണ്ടാകാം, ഓർ ദേ ആർ വെരി ഈസി വിത്ത് ദ ലേസിനെസ് ഓർ ലേസി റൊട്ടീൻ ദേ ആർ ഹാവിങ്. അപ്പോൾ പിന്നെ ഒരു പെട്ടെന്നൊരു സ്ട്രക്ചറിലേക്ക് സ്വിച്ച് ഓൺ ചെയ്യാന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അവിടെയും ഈ മടിയുടെ കണികകൾ നിങ്ങൾ കാണാം. പുതിയ സ്കൂള്, ബാഗ്, ബുക്സ്, ഫ്രണ്ട്സ്, ആക്സറീസ്, ടിഫിൻ ബോക്സ്, ലഞ്ച് ബോക്സ് എന്നൊക്കെ ഉള്ള ഒരു എക്സൈറ്റ്മെന്റിനേക്കാളും ഒക്കെ ഉപരി ഒരു സൈഡിൽ ഇതെല്ലാം വളരെ കൂടുമ്പോഴും മറ്റേ സൈഡിൽ ഞാൻ ഇനി കുറേ നേരം അവിടെ പോയി ഇരിക്കണമല്ലോ, പഠിക്കണമല്ലോ, ടീച്ചർ എങ്ങനെയായിരിക്കും. ആദ്യമായി അമ്മയുടെ അടുത്തുനിന്നും അച്ഛൻ്റെ അടുത്തുനിന്നും മാറി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ ആ ഒരു ട്രാൻസിഷൻ പോലും അവർക്ക് വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയാണ് നിങ്ങൾ അവരെ എംബ്രേസ് ചെയ്യേണ്ടത്. കരയട്ടെ, കുഴപ്പമില്ല, അവര് അങ്ങ് മാറിക്കോളും എന്ന് പറയുന്നവരോടും കരയാതെ ഓടിപ്പോകുന്നതാണ് ശരി എന്ന് പറയുന്നവരോടും പറയാൻ ഒന്നേ ഉള്ളൂ, ഇത് രണ്ടും ആയിരിക്കണമെന്നില്ല. ഓരോ കുഞ്ഞുങ്ങളും ഓരോന്ന് പോലെയാണ്. ട്രാൻസിഷണൽ സ്ട്രെസ്സിനെ അവർ ഡീൽ ചെയ്യുന്നതും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നത്, എങ്ങനെയാണ് അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്, എംബ്രേസ് ചെയ്യുന്നതെന്ന് നോക്കി ജസ്റ്റ് ബി അവൈലബിൾ ആൻഡ് റിമെമ്പർ, ബി കാം, ബി പേഷ്യൻറ്റ്, ബി അവൈലബിൾ, ബി റീഅഷ്വറിങ്. ഒരു വഴക്കുണ്ടാക്കാനും ഒന്ന് കരഞ്ഞാലും ഒന്ന് കെട്ടിപ്പിടിച്ച് ആ കരച്ചിലിനെ, ആ ഒരു ഇമോഷനെ നിങ്ങളൊന്ന് ഹോൾഡ് ചെയ്താൽ മാത്രം മതിയാവും, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും. ഇനി കുഞ്ഞുങ്ങൾ മടി വെച്ച്, ഇപ്പൊ സാധാരണ രീതിയിൽ സ്കൂളിലൊക്കെ പോയി തുടങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനൊക്കെ മടി പിടിച്ചിട്ട് ഇനി ഞാൻ പോകുന്നില്ല, ഇനി ഞാൻ വീട്ടിലിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ കുട്ടികളെ വീട്ടിലിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇരുത്തിക്കോളൂ. പക്ഷേ റിമെമ്പർ വൺ തിങ്, ഒരിക്കലും നിങ്ങൾ സ്കൂളിലുള്ളതിനേക്കാൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് വീട്ടിൽ ഉണ്ടാക്കാൻ പാടില്ല. എന്തായാലും ഇപ്പൊ സ്കൂളിൽ പോകാതിരിക്കല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവിടെ പോകാം, അല്ലെങ്കിൽ ആ TV കണ്ടോളൂ, അല്ലെങ്കിൽ ഇത് ചെയ്തോളൂ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കളി കളിക്കാം, അല്ലെങ്കിൽ പാട്ട് പാടാം, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലുള്ളതിനേക്കാൾ എക്സൈറ്റ്മെന്റ് വീട്ടിലായി. പിന്നെ തന്നെ സ്കൂളിൽ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇച്ചിരി ദിവസം മഴയാണ്, അപ്പൊ പനി പിടിക്കുന്നു, സ്കൂളിൽ പോകാതിരിക്കുന്നു. അപ്പോൾ സ്കൂളിൽ പോകാനുള്ള ക്യൂരിയോസിറ്റിയാണ് അവർക്ക് ഉണ്ടാവേണ്ടത്. അല്ലാതെ മടി പിടിച്ച് വീട്ടിലിരിക്കുമ്പോൾ വീട് കുറച്ചുകൂടെ നല്ല എക്സ്പോഷർ, കളിക്കാം, ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ജ്യൂസോ സ്വീറ്റ്സോ ഒക്കെ കിട്ടും, TV കാണാം, അമ്മയുടെ കൂടെ കളിക്കാം, അച്ഛൻ പുറത്ത് കൊണ്ടുപോകും എന്നൊക്കെ ആവുമ്പോൾ പിന്നെ എന്തിനാണ് സ്കൂളിൽ പോകുന്നത് എന്നൊരു ചിന്ത അവരുടെ ഉള്ളിലുണ്ടാവും. സോ ഇടയ്ക്ക് ഒരു ദിവസം മടി പിടിച്ച് സ്കൂളിൽ പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിലും അത് ഫൈൻ തന്നെയാണ്. പക്ഷേ ഡോണ്ട് ട്രൈ ടു എൻഗേജ് ദം ഓർ മേക്ക് ദെയർ ഡേ ബിസി. ലെറ്റ് ദം ബി ബോർഡ്, ലെറ്റ് ദം അണ്ടർസ്റ്റാൻഡ് ദ ചേഞ്ചസ് ഇൻ ദ ടു എൻവയൺമെന്റ്സ്. അങ്ങനെയാണ് സ്ലോലി അവർക്ക് അവരുടെ മാറ്റങ്ങളെ, അവരുടെ സ്ട്രക്ചറിനെ, അവരുടെ റൊട്ടീൻസിനെ എല്ലാം നോക്കാൻ പറ്റും. സോ be emotionally ready, physically ready. It's okay even if they cry, if they be lazy, if they agitate, or if they put up a lot of big tantrums or meltdowns. You be patient, it's okay. നിങ്ങൾ പറയുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ മുഖഭാവം, നിങ്ങളുടെ ജസ്റ്റേഴ്സ്, നിങ്ങളുടെ ബിഹേവിയർ, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, ഇതാവും കുഞ്ഞുങ്ങളെ കൂടുതൽ ബാധിക്കുന്നത്. സോ ദാറ്റ്സ് ഫൈൻ. വെരി കാമായി കമ്പോസ്ഡ് ആയിട്ട് ഇരിക്കുക. ആദ്യമായി സ്കൂളിൽ പോയപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി ഓടിപ്പോയ നമ്മൾക്കും എവിടെയെങ്കിലുമൊക്കെ ചെറിയ മടികൾ ഉണ്ടായിട്ടില്ലേ, അത്രയും തന്നെ ഇതുമുള്ളൂ. അപ്പോൾ ഇറ്റ്സ് ഫൈൻ ഇഫ് യു ഫീൽ ദാറ്റ് യുവർ ചൈൽഡ് നീഡ് ഹെൽപ്പ്, വി ആർ ഓൾ ഹിയർ ടു ഹെൽപ്പ് യു. പക്ഷേ ദിസ് ഇസ് എ ട്രാൻസിഷൻ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗിൽറ്റിൻ്റെ ആവശ്യമില്ല. ഇത്രയും വേഗം ഞാൻ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞു വിടുന്നോ, അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയായിരുന്നോ. നോക്കൂ, നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ കുട്ടികളെ കൊണ്ടുവിടുന്ന എൻവയറമെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചെറിയ കുട്ടികളെ ആക്കിയാലും നിങ്ങൾ ആക്കുന്ന സ്ഥലം സോഷ്യലി, ഇമോഷണലി, ഇന്റലക്ച്വലി സേഫ് ആണെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ ഡെവലപ്മെന്റും സെക്യൂർ ആണ്. സോ ഓൾ ദി ബെസ്റ്റ്. ലെറ്റ് us have a happy schooling together.